ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബച്ച്വാര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയും കോൺഗ്രസും CPI മുൻ MLA അവധേക റോയിയും കോൺഗ്രസ് യുവജന വിഭാഗം നേതാവ് ശിവപ്രകാശ് ഗരീബ് ദാസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിനീത VG വിവരങ്ങൾ നൽകും ബീഹാറിൽ നിന്ന്. വിനീത, ഈ മഹാസഖ്യത്തിൽ ഇപ്പോഴും സീറ്റ് ധാരണയായിട്ടില്ല. ആദ്യഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ഈ പറയുന്ന മത്സരങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്തെ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിന് സാധ്യത പോലുമുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്താണ് കോൺഗ്രസും CPIയും ഈ മണ്ഡലത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന ഘട്ടത്തിലും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില തർക്കങ്ങളിലേക്കടക്കം RJDയും കോൺഗ്രസും ഒക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇടത് പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഒരു സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ബെഗുസരായിലെ ബച്ച്വാര മണ്ഡലത്തിലേക്കാണ് കോൺഗ്രസും CPIയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതിൽ CPIയുടെ മുൻ MLA അവധേഷ് റോയ് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുകയും ഉണ്ടായി. ഒപ്പം തന്നെ യുവജന വിഭാഗം നേതാവായ ശിവപ്രകാശ് ഗരീബ് ദാസാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. നേരത്തെ തന്നെ 6 മണ്ഡലങ്ങളിൽ CPI മത്സരിക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ CPI നേതാക്കളുമൊക്കെയായി സംസാരിച്ചപ്പോൾ 6 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രികകൾ അവർ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബച്ച്വാരയിൽ CPIയുടെ സ്ഥാനാർത്ഥിയായി അവധേഷ് റോയ് മുൻ MLA ആണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചത്. അതിനിടയിൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് സൂചിപ്പിച്ചതുപോലെ ഏറെ ചർച്ചകളൊക്കെ ചെയ്ത് അവസാന ഘട്ടത്തിലേക്കാണ് 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അവർ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥി പട്ടികയിലാണ് യുവജന വിഭാഗം നേതാവ് ശിവപ്രകാശ് ഗരീബ് ദാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ബച്ച്വാര മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ CPI നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ തരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ആവശ്യപ്പെട്ട മണ്ഡലങ്ങൾ ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ 10 ഇടങ്ങളിൽ സൗഹൃദ മത്സരം നടത്തിയേക്കും എന്നൊരു സൂചന കോൺഗ്രസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും അത് സൗഹൃദ മണ്ഡലത്തിലേക്ക് പോവുകയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.